വെൽക്കം ടു മൈ ചാനൽ. മിന്നാസ്ട്രേലിയക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളൊരു വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്, പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എന്താണ് ഒരു സാധനം കാണിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് സാധനം ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഞാൻ കുറച്ചധികം ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ ആദ്യം നഴ്സറി പോകുന്നു, നഴ്സറിന്ന് കളിക്കുന്നു, പിന്നെ ഇവിടുന്ന് കളിക്കുന്നൊക്കെയാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് കാര്യം പ്ലാസ്റ്റർ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു രണ്ടാമത് പ്ലാസ്റ്റർ ഇട്ടിട്ട് ആ വീഡിയോ കണ്ടവർക്ക് അതറിയാം കേട്ടോ. അപ്പോൾ ഞാൻ പോയിക്കോളത്തേക്ക് ഞാൻ ഐശു മുൻകൂട്ട് പോയിക്കായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നു, ഇന്ന് പ്ലാസ്റ്റർ വെട്ടി കേട്ടോ. കാലിന് ഇവിടെ ആയിരുന്നു, ഇവിടെ അട്ടപ്പൊട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെട്ടിയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എൻ്റെ ഉമ്മ അടിച്ച കുറച്ച് ചവിട്ടികൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ചവിട്ടിയുള്ള കാര്യം കുറേ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ മുന്നേ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കീറിയിട്ടും നമുക്ക് നാശമായിട്ടൊക്കെ നമ്മൾ കളഞ്ഞു, കുറേ കത്തിച്ച് കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉള്ളൂ കേട്ടോ. നമ്മൾ ഫസ്റ്റത്തെ ചവിട്ടിയാണിത്. ഇത് നമ്മളിപ്പോൾ കുറച്ച് മുന്നേ ഭയങ്കര മോഡലായിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈൻ ചവിട്ടിയാണിത്. കാരണം നമ്മളിത് കൂടുതൽ സാരും ഷോളും വെച്ചിട്ടുണ്ടാക്കിയതല്ല കേട്ടോ. കണ്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുറേ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, കുഞ്ഞു ഉടുപ്പ് ഉണ്ടാവില്ലേ, ആ ഉടുപ്പുകളൊക്കെ നമ്മൾ ബാക്കി അടിച്ച് തൂങ്ങി വെച്ചിട്ടുണ്ടാക്കിയതാട്ടോ. ഇതൊക്കെ റെഡ് റൗണ്ടിനാട്ടോ. ഇത് റൗണ്ടാണ്. റൗണ്ട് കുറച്ചധികം കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒക്കെ പോയിട്ട് പിന്നെ കുഞ്ഞു റൗണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ടേബിളിൽ ജഗ് വെക്കുന്നൊക്കെ ഇല്ലേ, അങ്ങനത്തെ തന്നെ. പിന്നെ നമ്മൾ ബാക്കിൽ കണ്ടു നമ്മളൊരു ബ്ലാക്ക് തുണിയും ഒരു നീല ഡിസൈൻ ലീഫ് ആൻഡ് ഫ്ലവർ ആയിട്ടുള്ള ഒരു കോട്ടൻ്റെ തുണി അട്ട വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ റൗണ്ട്. പിന്നെ ഇത് അടുത്തത് ഇതൊരു സ്ക്വയർ ഷേപ്പിൽ. ഇതിൽ നമ്മളെ ഡിസൈൻ വന്നിരിക്കുന്നത് റൗണ്ടാണ്. ഇത് നമ്മൾ നിൽക്കുന്ന ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാട്ടിൻ്റെ ഇതാണ്ടോ ഇത് നിൽക്കുന്നത്. പിന്നെ നമ്മളിത് മാക്സിയാണ്. മാക്സിയും പിന്നെ ടോപ്പിൻ്റെ തുണിയൊക്കെയാണ്. ടോപ്പിൻ്റെ തുണിയുണ്ട്. പിന്നെ നമ്മൾ ഇതിനുണ്ട് പർദ്ദല്ല, നമ്മളെ മാക്സിയുടെ ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഇവിടെ ഔട്ട്ലൈൻ വെച്ചിരിക്കുന്നത് മാക്സിയുടെ ആണ് കേട്ടോ. നമ്മൾ നൂല് വെച്ചിട്ട് ക്രാഫ്റ്റ് നൂല് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഇവിടെ നമ്മളൊരു ഗ്രേ കളറ് കോട്ടൺ തുണിമേ ഡാർക്ക് മാക്സി കോട്ടൺ മാക്സിയുടെ ഡാർക്ക് ഗ്രേ കളറും ലൈറ്റ് ഗ്രേ കളറും തുണിമേ നമ്മൾ ഗ്രീൻ ഫ്ലവറും പിന്നെ ഒരു ബ്ലാക്ക് ചെടിയും കൂടി വരുന്നതാണ്. അടുത്തത് അമ്മയുടെ ഇത് വെറൈറ്റി ആട്ടോ. ഏകദേശം ഒക്കെ ഒരേപോലെ കണ്ടാൽ തോന്നും, പക്ഷെ ഡിസൈൻ ശ്രദ്ധിച്ച് നോക്കിയതിനൊക്കെ വെറൈറ്റി ഡിസൈൻസ് ആട്ടോ. കണ്ട ഇതിങ്ങനെ രണ്ട് സൈഡ് ഇങ്ങനെ പൊന്തിക്കുന്നത്. ഇത് എല്ലാത്തിൻ്റെ ഉണ്ട്. കുറേ ഷോളിൻ്റെ ഉണ്ട്. ഇതൊക്കെ ഷോളിൻ്റെ അല്ലേ, നമ്മൾ ടോപ്പിന് കിട്ടുന്ന സൈഡ് ഷോളിൻ്റെ ആണ്. ഇതൊക്കെ മാക്സിൽ കേട്ടോ, കുറച്ച് മാക്സിലുണ്ട്. ഇത് ഷോളാണ്. നല്ല രസമുള്ള ഷോളായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതില്ലേ സ്വെറ്ററില്ലേ, അതിൻ്റെ കൂടെ നമ്മൾ കഴുത്തിലിടില്ലേ, അതാണ്. ഇത് കുറച്ചധികം ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷെ നമ്മൾ റെഡ് ആട്ടാ എടുത്തത്. കാരണം ബ്ലാക്കും അറബിക്കിലും മലയാളത്തിലും പിന്നെ വേറെ ഏതോ ഭാഷയിലൊക്കെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതായിട്ട് എടുക്കുന്നത്. ഇതിൽ ബാക്കിൽ സോഫ്റ്റ് ഉള്ളൊരു ഇതാണ് പുതപ്പ്. അത് സോഫ്റ്റ് കിട്ടോ. ഒരു പിങ്കും റെഡും ഗ്രീനും പിന്നെ ലൈറ്റ് പിങ്കും. പിന്നെ ഇത് വേറെയാണ്, പക്ഷേ ഏകദേശം ഇതിനൊക്കെ അത്യാവശ്യതകളൊക്കെ ഉണ്ടാവും. നമ്മളിത് 3 മാക്സി വെച്ചിട്ടാട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഈ ലൈറ്റ് ബ്രൗണും ഈ ഡാർക്ക് ബ്രൗണും ഒരു മാക്സിയുടെ തന്നെ കേട്ടോ.
പിന്നെ ഈ റെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഔട്ട്ലൈന് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ബ്ലാക്ക് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിൽ കണ്ടോ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഇതൊക്കെ നല്ല അത്യാവശ്യത്തിന് വെയിറ്റ് ഉണ്ട്. കാരണം നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതൊക്കെ നമ്മൾ മെഷീനിൽ തന്നെ നമ്മൾ തുന്നിയതാണ്. നമ്മൾ ഇത് കുറച്ച് ദിവസം കൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീർത്തതാണ്. എന്നാലും അത്യാവശ്യം 3-4 ദിവസം മുറിച്ചിട്ടുണ്ട്. 3-4 ദിവസം മുറിച്ചിട്ടുണ്ടാവും ഇതിന്. ബാക്കിയൊക്കെ ചിലപ്പോൾ ഒരാഴ്ച കൊടുത്തിട്ടുണ്ടാവും ഈ 2 വലുതൊക്കെ. പിന്നെ നമ്മൾ കുഞ്ഞൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ അടിയത്തിൻ്റെ ഈ മോളത്തേനെ ഡിസൈൻ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതുവർഷ ആശംസകൾ. പെട്ടെന്ന് കിട്ടില്ല കേട്ടോ, മലയാളം കിട്ടില്ല. അപ്പോൾ അല്ലെങ്കിൽ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർഷം നല്ല വർഷമായിക്കണം. വളരെ സമാധാനത്തിനും സന്തോഷത്തിനും നന്മയുടെ ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അല്ല, നമ്മളെ 2024 കഴിഞ്ഞ വർഷം ഭയങ്കര ദുരന്തത്തിനൊരു വർഷമായിരുന്നു. കാരണം നമ്മുടെ വയനാട് ഉരുൾപൊട്ടലും പിന്നെ കുറേ വേറെ സ്ഥലത്ത് മണ്ണൊലിപ്പും പിന്നെ വെള്ളപ്പൊക്കമൊക്കെ ആയിട്ട് ഭയങ്കര ദുരന്തത്തിൻ്റെ വർഷമാട്ടോ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വർഷമായിരുന്നു ആ വർഷം. പിന്നെ നമ്മൾ ഫലസ്തീൻ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവും അതിൽ കുറേ ആൾക്കാർ മരിക്കലും ആയിട്ടുള്ള ഒരു ഭയങ്കര ദുഃഖത്തിൻ്റെ ഒരു വർഷമായിരുന്നു. അപ്പോൾ ഈ 2025 പുതിയ വർഷം ഒരു നല്ല വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അല്ലെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആ തൊട്ട ബെല്ലാം ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് വീണ്ടും അൺസബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതില്ലാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അത്രയും പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.